ഇപ്പം നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുന്നേ മാം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് അപ്പം അതുകൊണ്ട് എനിക്കിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പല ആൾക്കാർക്കും ഒബ്വിയസ്ലി പല സിംറ്റംസ് ആയിരിക്കും, പല തരത്തിലായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എന്തെങ്കിലും തരത്തിലിപ്പോൾ ഈ പെട്ടെന്നൊരു സാധനം വരുന്നത് എന്തെങ്കിലും തരത്തിൽ മുൻകരുതൽ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് പറ്റും. ചില ആൾക്കാരുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഓക്കെ, ഫോറിൻ കൺട്രീസിലൊക്കെ ഈ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ ചിലപ്പം പിന്നെ IUDs ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഒക്കെ ഇടാൻ സമ്മതിക്കും. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, ഞാൻ പറയണത് 18 കഴിഞ്ഞ ആൾക്കാരുടേതാണ് കേട്ടോ. അപ്പോൾ അഡൽട്ടായിട്ടുള്ള ആൾക്കാരുടെ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് IUD എന്നാണ് അത് നമ്മൾ പറയും. ഹോർമോണൽ IUDs ഉണ്ട്, ലൈക്ക് മിറേന പോലെയുള്ള സാധനങ്ങൾ. ഇത് ഈസ്ട്രജനും ഇതിനെയൊക്കെ ബോഡിയിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ IUD. അത് ശരി. യെസ്. അപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ കോൺട്രാസെപ്ഷന് കോപ്പർ ടീ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഇതാണ് നമ്മൾ ഈ മിറേന പോലെയുള്ള സാധനങ്ങൾ ഇട്ടാലും ഉണ്ടാവുക. അതിന് പകരം ഇത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റും നല്ല എൻഡോക്രൈനോളജിസ്റ്റും. എന്താണ് ഇതിന്റെ തുടക്കം? അങ്ങനെ ഇപ്പം മാം പറഞ്ഞുകൊണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ചെറിയ ചെറിയ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റെസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷീണം വന്നു കഴിഞ്ഞാലും നമുക്ക് അതായത് എന്ത് ചെയ്തിട്ടും നമ്മൾ ടയർഡ്നെസ് മാറുന്നില്ല, ക്ഷീണം മാറുന്നില്ല. പിന്നെ മൂഡ് ഭയങ്കര വ്യത്യാസം, ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, ഭയങ്കര ദേഷ്യം വരുന്നു, പിന്നെ അസ്വസ്ഥത ഉണ്ടാവുന്നു, പീരീഡ്സ് ഇറഗുലർ ആവുന്നു, ഒരു മാസം കഴിഞ്ഞിട്ട് വരേണ്ടത് വരാതിരിക്കുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പോട്ട് ഉണ്ടാവുന്നു, പിന്നെ പെയിൻ ഉണ്ടാവുന്നു ബോഡിയിൽ ഭയങ്കരമായിട്ട്, പിന്നെ വിഷൻ ചേഞ്ച് ആവുന്നു, കണ്ണിന് വിഷൻ ചേഞ്ച് ആവാറുണ്ട്, ചില ആൾക്കാർക്ക് കേൾവി കുറവുണ്ടാവാറുണ്ട്, ചില മനുഷ്യർക്ക് ചെവിക്കകത്ത് ചൊറിച്ചിൽ, ചില മനുഷ്യർക്ക് ബോഡിയിൽ ചൊറിച്ചിൽ, ചില മനുഷ്യർക്ക് ഏനൽ ഏരിയയിൽ ചൊറിച്ചിൽ, പിന്നെ വജൈനയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡ്രൈനെസ്, ബേണിങ് സെൻസേഷൻസ്, പിന്നെ ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് സ്വെറ്റ്സ്, ഉറക്കമില്ലായ്മ, പിന്നെ എക്സോഷൻ, ടയേർഡ്നെസ്, പിന്നെ മറവി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ബ്രെയിൻ ഫോഗ് ഉണ്ടാവുക. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് തുറക്കാൻ പോകുന്നത്, നമ്മൾ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഫ്രിഡ്ജ് തുറന്നതെന്ന് അറിയില്ല, ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടത്തേക്ക് വന്നതെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ ബോഡിയിൽ ചേഞ്ചസ് കുറേയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ IBS. എന്ത് കഴിച്ചാലും ഒന്നുകിലോ ഒന്നുകിലോ ബർപ്പിങ്, അല്ലെങ്കിലോ ബ്ലോട്ടിങ്, അല്ലെങ്കിലോ ഫാട്ടിങ്, അല്ലെങ്കിലോ വയറിങ്ങനെ പൊങ്ങി വരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ വായുശല്യം ഭയങ്കരമായിട്ടുണ്ടാവുക. പിന്നെ എന്ത് കഴിച്ചാലും ഒന്നുകിലോ കോൺസ്റ്റിപ്പേഷൻ ഭയങ്കര ടൈറ്റായിട്ട് ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിലോ ലൂസ് മോഷൻ ഉണ്ടാവുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ, ക്ലൂലെസ് ആവും. നമുക്ക് ബ്രെയിനും ഗട്ടും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ IBS പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ബോഡിയിൽ എവിടെയും പിന്നെ നമുക്ക് ചേഞ്ചസ് ഇല്ലാതെ ഇല്ല. ഹെയർ തിന്നാവും, ഹെയർ ലോസ് ഉണ്ടാവും, അൺവാണ്ടഡ് ഹെയർ ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും, ലൈക്ക് താടിയിലും മീശയും ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും. അതേസമയം നമുക്ക് ഹെയർ വേണമെന്ന് തോന്നുന്ന സാധനം വേണമെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും, അല്ലെങ്കിൽ തിന്നിങ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെവിക്കകത്തൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നു, പിന്നെ വായിക്കകത്ത് ഡ്രൈനെസ് ഉണ്ടാവും. നോട്ട് ഓൺലി ഡ്രൈനെസ്, അത് ഡീഹൈഡ്രേഷൻ കാരണവും ഡ്രൈനെസ് ഉണ്ടാവാം. മറ്റേ പൊള്ളി വരുന്ന ആ സാധനം അത് ഉണ്ടാവാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞെടുത്ത് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗവും ബാക്കിയില്ല. പിന്നെ ബ്രസ്റ്റിൽ പെയിൻ, ടെൻഡർനെസ്സും പെയിനും സോളൻ ഒരു ഫീലിങ്ങും ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാവുന്നത്, നടുവിന് വേദന ഉണ്ടാവുന്നത്, ഇത് കാലിൻ്റെ അടിയിൽ ചൂടുണ്ടാവുന്നത്, പിന്നെ കൈക്കകത്തും കാലിനകത്തും തരിപ്പ് ഉണ്ടാവുന്നത്,
പിന്നെ സ്കിന്നിൽ റാഷസ്, എവിടെ ബാക്കിയുള്ള ഇവിടെ എല്ലാം എല്ലാം ആയിട്ട് സ്കിന്നിൽ റാഷസ് ഉണ്ടാവുന്നത്, ആക്നെ. അതായത് ഇതൊന്നും മുന്നേ ഇല്ലാത്ത ഒരാളായിരിക്കും, അതെ. പക്ഷെ സഡൻ ആയിട്ട് ഇങ്ങനെ നമ്മളല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. സഡനായിട്ട് നമുക്ക് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ചില മനുഷ്യർക്കും മനസ്സിലാവില്ല. നമ്മൾ പറയും അത് ചെമ്മീൻ തിന്നത് കൊണ്ടാണ്, അത് ഞാൻ ഇന്നലെ വെയിലത്ത് പോയത് കൊണ്ടാണ്. മെലാസ്മ വരുമല്ലോ, പിന്നെ സ്കിന്നിൽ കുറച്ച് ഡാർക്ക്നെസ് വരും. അപ്പോൾ അതും നമുക്കിതൊക്കെ കോൺഫിഡൻസ് കളയുന്ന ഒരു സാധനം, ഇത്രയും കോൺഫിഡൻസ് കളയുന്ന ഒരു സാധനമാണെന്ന് പറയാനില്ല. കാരണം അത്രയും നാൾ നമ്മൾ എന്തായിരുന്നു അതല്ല നമ്മൾ. അപ്പോൾ ആൾക്കാർ നമ്മളോട് പറയും നീ എന്താ ഇങ്ങനെ, നിനക്കെന്താ ഇങ്ങനെ ഒരു മാറ്റം. അപ്പോൾ നമുക്ക് ചോദിക്കാനും പറ്റില്ല നല്ല മാറ്റമാണോ മോശം മാറ്റമാണോ എന്ന്. കാരണം നമുക്ക് തന്നെ നമ്മളിൽ കോൺഫിഡൻസ് ഇല്ലല്ലോ. ഇത് എന്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ തടിച്ചത് കൊണ്ട് പറയുകയാണോ, ഞാൻ മെലിഞ്ഞത് കൊണ്ട് പറയുകയാണോ, ഇനി എന്ത് കാരണം കൊണ്ടാണ് ഈ പറയുന്നത്, ഇനി ഞാൻ കറുത്തു പോയത് കൊണ്ട് പറയണതാണോ എന്നൊക്കെ വിചാരിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടാത്തൊരവസ്ഥയായിരിക്കും. എന്ത് പറയണം എന്നറിയില്ല, എന്ത് പറയരുത് എന്നറിയില്ല. കാരണം പറയാനുള്ള വാക്കുകൾ പോലും പുറത്തേക്ക് വരില്ല. നമ്മുടെ ബ്രെയിനും ശരിക്കല്ല വർക്ക് ചെയ്യാം, എല്ലാ ചേഞ്ചും ഓക്കെ ബ്രെയിൻ ഫോഗും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവുമ്പോ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷണങ്ങൾ എന്ന് പറയും. നല്ലൊരു ഗൈനക്കോളജിസ്റ്റും നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റും കൂടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുള്ളൂ. സത്യത്തിൽ ഈ നമ്മളുടെ നാട്ടിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിർഭാഗ്യവശാൽ മെനോപോസിനെ കുറിച്ചിട്ടും പെരിമെനോപോസിനെ കുറിച്ചിട്ടും അധികമൊന്നും നമ്മളെ മെഡിക്കൽ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ ആഫ്റ്റർ 40 ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അറ്റൻഡ് ചെയ്തപ്പം ഡോക്ടേഴ്സിന് പോലും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയുന്നില്ല. അവർ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്യാദി കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവാം. ലൈക്ക് ബിക്കോസ് നമ്മളെ കോൺഫിഡൻസ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി നമ്മൾ കോൺഫിഡൻസ് പോയി, നമ്മളല്ലാതായി. പിന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഉറക്കമില്ലാത്തൊരവസ്ഥ വരുന്ന, എത്ര ഉറങ്ങിയാലും എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം തികയാത്തൊരു ഫീലിംഗ്, ഭയങ്കരമായിട്ട് ക്ഷീണത്തോടു കൂടിയാണ് എണീക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാതെ അപ്പം തന്നെ ഒരു നല്ല ഡോക്ടറെ കാണുക. പിന്നെ തെറപ്പി പറ്റുമെങ്കിൽ തെറപ്പി എടുക്കുക. കാരണം ഒരു സൈക്കോളജിസ്റ്റിന് ഒരു പക്ഷേ മനസ്സിലാവും, ഒരു ഗൈനക്കോളജിസ്റ്റിന് ഒരു പക്ഷേ മനസ്സിലായി എന്ന് വരില്ല. അത് ശരിയാ, മനസ്സ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് വേണം. അപ്പം പറ്റുമെങ്കിൽ തെറപ്പി എടുക്കാൻ ശ്രമിക്കുക. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. പിന്നെ നല്ലൊരു തെറപ്പിസ്റ്റിനെ ആരോടെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ നല്ലൊരു തെറപ്പിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രായം കുറഞ്ഞതാണോ പ്രായം കൂടിയതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഒരു തെറപ്പിസ്റ്റിനെ കുറിച്ചിട്ട്. കാരണം പ്രായമല്ല അവിടെ വിഷയം. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജന് ചിലപ്പോൾ 25-28 വയസ്സുള്ള ഒരു ചെറിയ ഡോക്ടറായിരിക്കാം. നമ്മൾ 60-ാമത്തെ വയസ്സിലായിരിക്കാം ചിലപ്പോൾ ഈ ഓപ്പറേഷൻ ടേബിളിൽ പോയി കിടക്കുന്നത്. നമ്മളെക്കാളും ചെറിയൊരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവാതിരിക്കില്ലല്ലോ. അയാളതിൽ അത്രയും അഗ്രഗണ്യനായത് കൊണ്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. അതുപോലെ ഒരു തെറപ്പിസ്റ്റ് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വീണ്ടും 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 റിസർച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അയാൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം അവരുടെ പ്രായം നോക്കരുത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം പല പാരൻസും പറയും ഇത്രയും ചെറിയ ഒരാൾക്ക് ഇത്രയും വലിയ നീ അനുഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ പറ്റും. കാരണം അത് പഠിച്ചിട്ടാണ് അവരവിടെ അവർക്ക് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. പിന്നെ ബാക്കി അവർ അനലൈസ് ചെയ്യും. അതിനുള്ള ബാക്കി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അവർക്ക് അതിനുള്ള എല്ലാവിധ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഇത്യാദി എല്ലാ ടെസ്റ്റുകളും എഴുതിയും പറഞ്ഞും ചോദിച്ചും ഒക്കെ അവർ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് തെറപ്പി. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അതിനോടൊപ്പം ഗൈനക്കോളജിസ്റ്റും
എൻഡോക്രൈനോളജിസ്റ്റും ഒക്കെ കൂടിയിട്ട് നമുക്ക് അതിനുള്ള മരുന്നും ചില ആൾക്കാർക്ക് ഓറലി പിന്നെ മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IUDs ആണ് കൊടുക്കാറ്. അത് ഹെൽപ്പ് ചെയ്യും അല്ലേ? വെരി മച്ച് വെരി മച്ച്. എൻ്റെ കേസിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തു. ഓ എനിക്ക് പിന്നെ IUD എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തു. എനിക്ക് ഹോർമോൺസ് ടാബ്ലറ്റ്സ് HRT എന്ന് പറയാം, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി. ഓക്കെ ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബയോ HRT ഒക്കെ വരുന്നുണ്ട്. ബോംബെയിലൊക്കെയാണ് അതൊക്കെ ഉള്ളത്. ഇവിടെ പിന്നെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ HRT എടുക്കുന്ന എല്ലാവർക്കും ചിലപ്പം പിന്നെ ബോഡി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർക്ക് അത് CVT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്. ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ആയി പോകാറുണ്ട്, വളരെ റെയറായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി പോകാറുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ പോലെയൊക്കെ കാണാറുണ്ട് ചിലർക്ക്. അപ്പം പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഉപകാരമാണ്, എടുക്കുന്നത് നല്ലതാണ്. ശരിക്കും ഗർഭനിരോധന ഗുളികകൾ യൂസ് ചെയ്യുന്നത് പോലും നല്ലതാണ്, മെനോപോസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. സോ അവർ നമുക്ക് HRT എടുക്കുന്ന ഇഞ്ചക്ഷനായിട്ടാണെങ്കിലും വല്ല ഗുളികകളാണെങ്കിലും IUDs ആണെങ്കിലും ഒക്കെ ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അതിലേതാണോ നമുക്ക് ഫീസിബിളായിട്ടുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഏതാണോ നല്ലതെന്ന് ഡോക്ടർ പറയുന്നത് അത് ഡോക്ടറിനെ വിശ്വസിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം.